ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വൃത്തിയാക്കിയാൽ വിചാരിച്ചു ഒരു വീഡിയോ കൂടി എടുത്തേക്കാം എന്ന്. കാരണം നമ്മൾ നമ്മുടെ കൃഷിയിടങ്ങൾ എപ്പോഴും ക്ലീൻ ആക്കി വെച്ചേക്കും, അല്ലെങ്കിൽ കൂടുതലും കീടബാധയൊക്കെ ഉണ്ടാക്കും. അതിനകത്ത് പലതിനകത്തും ചിലതൊന്നും ഇല്ല, അതൊക്കെ ഇനി നട്ടുപിടിപ്പിക്കുന്നു. ഇതെന്താ മുന്തിരിക്കൊത്ത് എന്തുവാ? എന്തായാലും നമ്മൾ ഇങ്ങനത്തെ കൊത്തൊന്നും വാങ്ങിക്കാറില്ല, കാക്ക കൊണ്ടിടുന്നതാണ്. ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മളിടും. വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് വേണം ഹരിതകർമ്മസേനയ്ക്കൊക്കെ കൊടുക്കാം. ഇതായിരുന്നു. പക്ഷേ ഇതിൽ രണ്ട് കുറേ ഇതുപോലത്തെ കായ പിടിച്ചിട്ടുണ്ട്, കാണാമല്ലോ. ഇതാ മുകളിലുണ്ട്, കാണാമോ? പിന്നെ ഇതാ ഇവിടെ നിൽപ്പുണ്ട് ഒരു ചെറിയൊരു കാ. പിന്നെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്, കുറേ നിൽപ്പുണ്ട്. ഇവിടെ നിൽക്കുന്നവരൊക്കെ അവിടെ ഇടയ്ക്ക് നിൽപ്പുണ്ട്, രണ്ടെണ്ണം ഒരുമിച്ച് നിൽക്കും. കുറേ വലുതാവുന്നതാണ്. എൻ്റെ വള്ളി ഇങ്ങനെ പടന്ന് പൊക്കോണ്ടിരിക്കുക. കുത്തി വെച്ച് കളിപ്പിക്കാം. ഇതാണ് അതിൻ്റെ ഒരു വെയിറ്റ്. ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് അമ്മ വന്നപ്പോൾ ബ്രഹ്മിയുടെ കൂടെ തന്നെ. ഇനി ഇത് പുതിനയുടെ, ഇത് വേറൊരു പുതിനയുടെ. ഇത് നമ്മൾ പ്രകൃതി ജൈവകലവറയിൽ നിന്ന് എനിക്ക് വിജിത്ത് തന്നതാണ്. കുറേ തവണ കൊണ്ടുവച്ച്, പക്ഷെ എല്ലാം പോയി. പക്ഷെ ഇത്തവണത്തേത് ഇങ്ങനെയായി. കാരണം പോച്ച കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് പോവും നിറച്ച്. ഇതിനെ പരിപാലിച്ചെടുക്കണം. നല്ല സ്മെല്ലാണ്. ഇതിവിടെ നമ്മളിതിൻ്റെ സൈഡിൽ വരുമ്പം തന്നെ കാറ്റടിക്കത്തില്ല. അപ്പം നല്ലൊരു പുതിനയുടെ ഒരു മണമാണ് നമ്മുടെ കാറ്റിന്. ഇതെന്താണ് സംഭവം നമുക്കറിയില്ല. പക്ഷേ ഇത് ഞങ്ങൾ ജിഞ്ചർ ഷാമ്പു ആണെന്നും കുറച്ച് പേര് പറഞ്ഞു ഇത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഗ്രോ ബാഗിൽ നടാൻ പറഞ്ഞു. ചിലർ പറഞ്ഞു വേണ്ട അവിടെ നിൽക്കട്ടെന്ന് പറഞ്ഞു. എന്താണെങ്കിലും സൈഡ് ഒഴിച്ച് നമ്മളിത് കളയാതെ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കായ ആകുമ്പോൾ നോക്കാം, അപ്പം നമുക്കറിയാൻ പറ്റുമല്ലോ കായാവും. ഇത് നമ്മുടെ അണ്ണാൻ്റെ പരിപാടി ഉണ്ടോ? അതിങ്ങനെ നെറ്റിൽ കളിച്ച് അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡാണ്, ഭയങ്കര ഇഷ്ടമാണ്. സമയം പോകണം അറിയത്തില്ല നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇവിടെ റംബൂട്ടാൻ നിൽപ്പുണ്ട്, വേറെ കായ്ക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. തവണ കായ്ക്കുമായിരിക്കും, നമ്മളിതിനോട് പറഞ്ഞിട്ടുണ്ട് തവണയെങ്കിലും കായ്ക്കുമേ എന്ന്.